വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡേ 2 ആണ് എൻ്റെ യൂറോപ്പ് ട്രിപ്പിൻ്റെ. ഇപ്പം ഞാനുള്ളത് ഫ്രാൻസിൽ നിന്ന് ബെൽജിയത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ഹൈവേ ഞങ്ങളിവിടെ ഒരു വാഷ്റൂം ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. ഒരു ഗ്യാസ് സ്റ്റേഷൻ ഈ സൈഡാണ്, ഈ കാണുന്നതാണ് ഗ്യാസ് സ്റ്റേഷൻ. ആൻഡ് ഇപ്പോഴത്തെ സൈഡിൽ കാണുന്ന ഒരു കഫേയിലാണ് ഞങ്ങൾ വാഷ്റൂം ബ്രേക്കിന് വേണ്ടി. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലേക്കാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 300 കിലോമീറ്റേഴ്സ് ആണ് പാരീസിൽ നിന്ന് ബ്രസൽസിലേക്കുള്ള ഡിസ്റ്റൻസ്. യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ റൂട്ട് കണക്ടിവിറ്റി. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ യൂറോപ്പ് ട്രിപ്പിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ബസ്സിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇവിടുത്തെ ബസ്സസ് അത്രയും കംഫർട്ടബിൾ ആണ്. ഓൾസോ ട്രാവൽ ചെയ്യുമ്പോൾ ഈ കാഴ്ചകളും ഇത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. So finally we reached Brussels, the capital of Belgium. പാരീസ് കണ്ട് ബ്രസൽസിൽ എത്തുമ്പോൾ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പാരീസിലെ എല്ലാ ബിൽഡിങ്ങും ഒറ്റ കളറായിരുന്നു, ബട്ട് ഇവിടെ ഓരോ ബിൽഡിങ്ങും യുണീക്കാണ്. ബ്രസൽസിനെ യൂറോപ്പിൻ്റെ തന്നെ ക്യാപിറ്റലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് യൂറോപ്യൻ യൂണിയൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ഏറ്റവും വലിയ കമ്പനീസിൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ബ്രസൽസിലാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഫിനാൻസ് ക്യാപിറ്റലാണ് ബ്രസൽസ് എന്ന് പറയാം. പിന്നെ ഇവിടെ ബ്രസൽസിൽ ഈവൻ ബെൽജിയത്തിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് ഒരു യുണീക്ക് ലാംഗ്വേജ് ഇല്ല. അവർ യൂഷ്വലി സംസാരിക്കുന്നത് ഫ്രഞ്ചും ജർമ്മനും ഡച്ചൊക്കെയാണ്. പിന്നെ ഇംഗ്ലീഷും അവർക്ക് മനസ്സിലാവും. അതും കൂടിയില്ലേ പിന്നെ നമ്മളെപ്പോലുള്ളവർ പോയാൽ തെണ്ടി പോയേനെ. അതിൻ്റെ ഇടയിൽ ഒരാൾ പുല്ല് ചെത്തുന്നത് കണ്ടു. ഏതാണ്ട് നമ്മളെ നാട്ടിലൊക്കെ പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടി സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ഇതാണ് അവിടുത്തെ ഫിനാൻസ് ടവർ. ബെൽജിയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗവൺമെൻറ് ഓഫീസസ് ഒക്കെ ഇതിൻ്റെ അകത്താണ്. സോ നമ്മൾ ബസ് ഇറങ്ങി വി സ്റ്റാർട്ടഡ് വാക്കിംഗ്. എവിടെ എത്തിയാലും എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചുമ്മാ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുന്നത്. അതൊരു നൈസ് വൈബാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അടുത്തുനിന്ന് കാണാം, കുറേ കാര്യങ്ങൾ മനസ്സിലാവും, പിന്നെ കുറച്ചൊക്കെ അവരുടെ കൾച്ചറും മനസ്സിലാവും. ഇതവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ, സോ ബ്യൂട്ടിഫുൾ. നല്ല പ്ലസന്റ് ക്ലൈമറ്റിൽ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നത് ഒരു അടിപൊളി വൈബാണ്. പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പാകിസ്ഥാനി മട്ടൻ ബിരിയാണി. ആൻഡ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പാരീസ്. രാവിലെ കഴിച്ചത് പാരീസ്, ഉച്ചക്ക് കഴിക്കുന്നത് ബെൽജിയത്തിൽ നിന്ന്. നമ്മൾ യൂറോപ്യൻ കൺട്രീസിന്റെ ലിസ്റ്റിൽ ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്ത ഒരു രാജ്യമായിരുന്നു ബെൽജിയം. ഇവിടെ വന്നപ്പോൾ യു ആർ ആക്ച്വലി സ്പെൽ ബൗണ്ട്. നമ്മൾ ഓസ്ട്രക്ക് ആയിപ്പോയി. സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി. നിങ്ങൾ വിഷ്വൽസിൽ കാണുന്ന പോലെ പഴമ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. വെരി മച്ച് ഹാപ്പനിങ് സിറ്റി. അടിപൊളിയാണ്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി നമ്മളത് ചില സ്ഥലത്ത് പോയി നമുക്ക് ഫീൽ ചെയ്യില്ലേ, ഏതോ ഒരു സ്ഥലത്ത് നല്ലൊരു സ്ഥലത്തൊക്കെ എത്തിപ്പെട്ട് അതേപോലെ ഒരു സ്പെഷ്യൽ ഫീൽ, ഒരു എന്തോ രസം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പോട്ട്, മഹാരാജാസ് റെസ്റ്റോറൻറ്റ്. പാകിസ്ഥാനി മട്ടൻ ബിരിയാണി കഴിക്കാന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പോവുകയാണ്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും ലൈറ്റ്സും സീറ്റിംഗ് ഒക്കെ ആയിരുന്നു ഉള്ളിൽ. പാകിസ്ഥാനി സ്റ്റൈലാണോ എന്നറിയില്ല. എനിവേയ്സ് നല്ലൊരു വൈബായിരുന്നു. ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ, പിന്നെ പാകിസ്ഥാനി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. പക്ഷെ എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല. എനിക്ക് വേണ്ടത് നല്ല പാകിസ്ഥാനി മട്ടൻ ബിരിയാണിയാണ്. സോ ഞാനത് നോക്കിക്കൊണ്ടേയിരുന്നു. യെസ്, അത് തുറന്നപ്പോൾ കിട്ടിയൊരു മണം, ഹോ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളി ഒന്നും വേണം തോന്നിയില്ല. അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ കാണുന്ന ചിക്കൻ ബിരിയാണി, പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു, പിന്നെ വെജിൻ്റെ കുറച്ച് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ഞാനൊരു പ്ലേറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഒന്നും പറയുന്നില്ല, അടിപൊളി. ഇത്രയും ഫ്ലേവറുള്ളൊരു മട്ടൻ ബിരിയാണി അല്ലേ, ഇത്രയും ഫ്ലേവറുള്ളൊരു മട്ടൻ ബിരിയാണി എൻ്റെ കരിയറിൽ ഞാൻ കഴിച്ചിട്ടില്ല. മട്ടൻ ബിരിയാണി ഇഷ്ടമെന്ന ഒരു താല്പര്യമുള്ള കാര്യമാണ്. പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നതും അവിടുത്തെ ഒരു ഫുഡ് കഴിക്കുന്നതും ആദ്യത്തെ എക്സ്പീരിയൻസാണ്.
പിന്നെ ഡെസേർട്ടായിട്ട് ചോക്ലേറ്റ് പുഡിങ് കഴിച്ചതെല്ലാം ഒന്നിനൊന്ന് വെച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ആഫ്റ്റർ ലഞ്ച് വി സ്റ്റാർട്ടഡ് വാക്കിംഗ് അഗെയിൻ. ബെൽജിയം ഈസ് ഫേമസ് ഫോർ ചോക്ലേറ്റ്സ്, വേഫിൾസ് ആൻഡ് ബിയർ. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് നടക്കുന്ന ബിയർ ഫെസ്റ്റിവൽ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഈ സ്പോട്ടിൽ വെച്ചാണ് ബിയർ ഫെസ്റ്റിവൽ നടക്കുന്നത്. സെപ്റ്റംബറിലായിരുന്നു ബെൽജിയത്തിലെ ബിയർ ഫെസ്റ്റിവൽ. ഇവിടുത്തെ ഈ സ്ട്രീറ്റ്സ് ഒക്കെ എക്സെപ്ഷണലി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കാനൊക്കെ. അങ്ങനെ നടന്ന് നമ്മൾ വേൾഡ് ഫേമസ് മാനിക്കൻ ബിസിൻ്റെ അടുത്തെത്തി. 400-ലധികം വർഷം പഴക്കമുള്ള ബെൽജിയത്തിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സെയിം ടൈം കാണാൻ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രതിമയാണ്. ബെൽജിയത്തിന് അഗെയിൻസ്റ്റ് യുദ്ധം നടന്നപ്പോൾ ബെൽജിയത്തിനെ നശിപ്പിക്കാൻ കൊണ്ടുവച്ച എക്സ്പ്ലോസീവ്സ് ഒരു കുട്ടി യൂറിനേറ്റ് ചെയ്തുകൊണ്ട് അത് നശിപ്പിച്ച് ബെൽജിയത്തിനെ സേവ് ചെയ്തതാണ് ഇതിൻ്റെ ഹിസ്റ്ററികളിൽ ഒന്ന്. അതിൻ്റെ ഓർമ്മക്കാണ് ഈ സ്റ്റാച്ചു ഇങ്ങനെ വെച്ചത്. മാനിക്കൻ ബിസിൻ്റെ അടുത്ത് തന്നെയാണ് ബെൽജിയൻ ചോക്ലേറ്റ് ഷോപ്പ്. ഇവിടെയാണ് യൂഷ്വലി എല്ലാവരും ബെൽജിയൻ ചോക്ലേറ്റ്സ് ആണ്. ബെൽജിയൻ ചോക്ലേറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ഫേമസ് ആണ്. പല ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അവിടുത്തെ പല ചോക്ലേറ്റ്സിനെ പറ്റിയും അവിടുത്തെ സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. ഇത് കണ്ടോ, മാനിക്കൻ ബിസിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ് മാത്രമല്ല, ഈ ഏരിയയിലുള്ള ഷോപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർ ഈ മാനിക്കൻ ബിസിൻ്റെ ഷേപ്പിൽ വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതാണ് ബെൽജിയം വേഫിൾസ്. Again we kept walking to the next destination, which is the Grand Place. യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു ഗ്രാൻഡ് പ്ലേസ്. 11th സെഞ്ച്വറിയിൽ കോഴിക്കോടുള്ള ഒരു മിഠായി തെരുവൊക്കെ ഇല്ല, അതേ രീതിയിലുള്ള ഒരു ചെറിയ ഒരു തെരുവായിരുന്നു. ആക്ച്വലി പല രാജ്യങ്ങളിലുള്ള ആളുകൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഗ്രൂ ടു പ്രോമിനൻസ്. അങ്ങനെ വലുതായി വന്ന ഒരു സിമ്പിളായി മാറുന്നതാണ് ഈ ഗ്രാൻഡ് പ്ലേസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 15th സെഞ്ച്വറി ഓർ മൈറ്റ് ബി 16th സെഞ്ച്വറി. ഒരു വാറിൽ ദ ഫ്രഞ്ച് ആർമി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് റിസ്റ്റോർ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് കാണാം ഈ കാണുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ഈ ഒരു ഗോൾഡൻ പ്ലേറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ യെല്ലോ ഇറ്റ്സ് ആക്ച്വലി ഗോൾഡൻ. അപ്പോൾ ഐ അസ്യൂം ഇറ്റ്സ് എ പ്യുവർ ഗോൾഡ്. സോ ദേ വാണ്ട് ടു റീബിൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് അവരുടെ ആ ഒരു ശക്തി കാണിക്കുന്ന രീതിയിൽ ദേ വാണ്ട് ടു റീബിൽഡ് ഇറ്റ്. സോ ദാറ്റ്സ് വൈ യു ക്യാൻ സീ ദ ഗോൾഡ്. കാൾ മാർക്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ക്വയർ ആണിതെന്ന്. ഓൾമോസ്റ്റ് 10th സെഞ്ച്വറി തൊട്ട് ഈ സ്ക്വയർ ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 1000 വർഷങ്ങൾക്കിടയിൽ ഈ സിറ്റിയിൽ വന്ന മാറ്റങ്ങളും പിന്നെ നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ഒരുപാട് യുദ്ധങ്ങളും അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങളും, അതേപോലെ ഇവിടുത്തെ ആൾക്കാർ അവരുടെ വെൽത്ത് കാണിക്കാൻ വേണ്ടി ഈ ഒരു അപ്പിയറൻസിലേക്ക് ഇതിനെ കൺസ്ട്രക്ട് ചെയ്തതും, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് ശരിക്കും. പുള്ളി വണ്ടിയിൽ ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്ത് ബെല്ലടിക്കുന്നത്, നാട്ടിലെ ഐസൊക്കെ വരുന്ന പോലെ മണിയിട്ടുണ്ട്. അയാൾ എന്തൊരു ലുക്കാണ്. യൂറോപ്പിലെത്തിയാൽ ഈവൻ റോഡിലിരിക്കുന്ന പിച്ചക്കാർ വരെ ഒടുക്കത്തിൽ. From there we moved on and continued walking. ദിസ് ഇസ് ദി നാഷണൽ ബാങ്ക് ഓഫ് ബെൽജിയം, നമ്മുടെ റിസർവ് ബാങ്ക് ഒക്കെ പോലെ. അതിൻ്റെ പിറകെ കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ക്രിസ്ത്യൻ ചർച്ച് കോൾഡ് സെന്റ് മൈക്കിൾ ആൻഡ് സെന്റ് ഗുഡുല കത്തീഡ്രൽ. ബൈ ദ വേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓൾസോ ഞാൻ ചെയ്യുന്ന കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ വി ആർ അറ്റ് ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അറ്റ് ബ്രസൽസ്, ദി അറ്റോമിയം. ഈ അറ്റോമിയ ആദ്യം കണ്ടപ്പോൾ ഒരു സ്പേസ് ഷിപ്പ് ഒക്കെ ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് ഈസ് സോ ഹ്യൂജ്. 1958 ഇവിടെ ബ്രസൽസിൽ വെച്ച് ഒരു വേൾഡ് എക്സ്പോ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ രാജ്യം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തൊരു സ്ട്രക്ചറാണ് ഈ അറ്റോമിയം. ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ കെമിസ്ട്രിയിൽ പഠിച്ചില്ലേ, അയൺ ആറ്റം എന്നൊക്കെ,
ഒരു അയൺ ആറ്റം 165 ബില്യൺ ടൈംസ് മാഗ്നിഫൈ ചെയ്താൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അങ്ങനെയാണ് ഇവരിതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് എക്സ്പോന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും പോപ്പുലാരിറ്റി കൊണ്ട് ഗവൺമെൻറ് പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഗ്രാജുവലി ഇത് ബെൽജിയത്തിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളായി. പിന്നെ ഈ ഗ്ലോബ് ഷേപ്പ് കാണുന്നതിൻ്റെ ഉള്ളിൽ ഓഫീസും മ്യൂസിയം ഒക്കെയാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ബ്രസൽസിലെ ഇന്നത്തെ ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വിത്ത് എ ലവ്ലി ഡിന്നർ. ആൻഡ് ബെൽജിയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ സിറ്റി. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയി മാറി ഇപ്പോൾ ബ്രസൽസ്. അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സിറ്റിയാണിത്. എസ്പെഷ്യലി ഇവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ പോയപ്പോൾ കണ്ട കാഴ്ചകളാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഒന്നും ഡിലീറ്റ് ചെയ്യാതെ എല്ലാം ഞാൻ മൈൻഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ഇഷ്ടമായി. So that's all for today. Thank you so much for watching the Belgium vlog, and I'll be back with a new vlog from a new European country. Thank you.